നമസ്കാരം. ലോകത്തിനാകെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ. വെടിനിർത്തൽ എന്നതിനപ്പുറത്ത് ഇരു രാജ്യങ്ങളും സമാധാനത്തോടെ മുന്നോട്ടു പോകുന്നതിനുള്ള കരാറിൽ ആണ് ഏർപ്പെട്ടിട്ടുള്ളത്. വളരെ വിപുലമായ ഒരു കരാറാണിത്. ഈ കരാറിൻ്റെ ഭാഗമായി ഇനി ഗാസയുടെ ഭാവി എന്താകും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഗാസയെ പുനർനിർമ്മിക്കും എന്ന് പറയുമ്പോഴും ഗാസയുടെ ഭരണം ആരായിരിക്കും നടത്തുക, എത്ര നാൾ ഈ ഭരണം തുടരും, ഇത്തരം കാര്യങ്ങളിൽ എല്ലാം സംശയം തുടരുക തന്നെയാണ്. ആ സംശയം തുടരുമ്പോഴും ഇപ്പോൾ നടക്കുന്ന ചില നീക്കങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്, അതിനപ്പുറത്ത് ആശാവഹവുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സമാധാന കരാറിൻ്റെ ഭാഗമായുള്ള ബന്ദികളുടെ കൈമാറ്റം ആണ്. അതായത് ഇസ്രയേലും ഹമാസും തമ്മിൽ പോരാട്ടം ആരംഭിച്ചതിന് ശേഷം നിരവധി ഇസ്രായേൽ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമാസ് ജനതയെ, ഹമാസ് തീവ്രവാദികളെ എന്നാണ് ഇസ്രായേൽ അവരെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെയും നിരവധിയായി ഇസ്രായേലും തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ സമാധാന കരാറിൻ്റെ ഭാഗമായി ഈ ബന്ദികളെ ഇപ്പോൾ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ജീവിച്ചിരിക്കുന്ന 20 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചതിന് പകരമായി 1968 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ കൈമാറി എന്നുള്ളതാണ്. ഇപ്പോൾ ഹമാസ് അവകാശപ്പെടുന്നത് തങ്ങൾ ബന്ദികളാക്കിയിട്ടുള്ള മുഴുവൻ ഇസ്രായേൽ പൗരന്മാരെയും വിട്ടയച്ചു എന്നതാണ്. നിലവിൽ വെസ്റ്റ് ബാങ്കിലേക്കും ഗാസയിലേക്കും ഈ തടവുകാരെ ഇസ്രായേൽ അയച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തടവുകാരിൽ 154 പേരെ ഈജിപ്തിലേക്ക് നാട് കടത്തിയതായും ഹമാസ് പറയുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ ബന്ദികളെ പരസ്പരം കൈമാറുമ്പോൾ വലിയ തോതിൽ ഉള്ള ഒരു പ്രതിഷേധം ഇസ്രായേലിൽ അലയടിക്കുന്നുണ്ട്. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നത് ഇങ്ങനെ ബന്ദികളെ കൈമാറുമ്പോൾ കൈമാറ്റം ചെയ്ത ബന്ദികളിൽ പലരും പലസ്തീൻ തീവ്രവാദികൾ ആണ്, ഹമാസ് തീവ്രവാദികൾ ആണ്, കൊടും ക്രിമിനലുകൾ ആണ് എന്നാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. ആ പ്രതിഷേധത്തിന് പിന്നിൽ എന്താണ് വസ്തുതാപരമായ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അത് വിശദമായി നോക്കുമ്പോൾ ചില പേരുകൾ സൂചിപ്പിക്കേണ്ടതായി വരും. ആ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ ഇയാദ് അബു അൽ റൂബിൻ്റേത് ആണ്. നാട് കടത്തപ്പെട്ടവരിൽ ഇയാളും ഉൾപ്പെടുന്നുണ്ട്. 2003-2005 കാലഘട്ടത്തിൽ ചാവേർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത കൊടും ക്രിമിനൽ ആണ് ഇയാദ് എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത്. 3 ആക്രമണങ്ങൾ ആണ് ഇയാദിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. ആ ആക്രമണങ്ങളിൽ 13 പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നും പറയുന്നു. മറ്റൊരു പേര് മുഹമ്മദ് സക്കർ നെഹിയുടേത് ആണ്. 2009 ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തിയ ഫത്ത പ്രവർത്തകൻ ആണ് മുഹമ്മദ് സക്കർ നെഹി. നിലവിൽ ബന്ദികളെ കൈമാറ്റം ചെയ്ത കൂട്ടത്തിൽ ഇയാളെയും കൈമാറ്റം ചെയ്തു എന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ബിലാൽ അബു ഖനേമി 2015 ബസിൽ കയറി വെടിയുതിർത്ത് 3 പേരെ വധിച്ച സംഭവത്തിൽ പിടികൂടപ്പെട്ട ആളാണ് ബിലാൽ അബു ഖനേമി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൈമാറിയ ബന്ദികൾക്ക് പകരം ആണ് ഈ കുറ്റവാളിയെ വിട്ടയച്ചത് എന്നതാണ് വിവരം. ബിലാലിന് 3 ജീവപര്യന്തം ശിക്ഷ ഇസ്രായേൽ കോടതി വിധിച്ചിരുന്നു എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. മറ്റൊരു പേര് മുഹമ്മദ് അബു അൽ റൂബിയുടേത് ആണ്. 2017 ഇസ്രായേൽ പൗരനെ കുത്തിക്കൊലപ്പെടുത്തിയ കുറ്റവാളിയാണ് മുഹമ്മദ് അബു അൽ റൂബി. ഇയാളെ ഈജിപ്തിലേക്ക് നാട് കടത്തി എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നിരവധിയായ കൊടും കുറ്റവാളികളെ, ഇസ്രായേലിൻ്റെ ശാന്തിയും സമാധാനവും തകർത്തവരെ അടക്കം ആണ് ഇസ്രായേൽ ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് എന്ന വിമർശനം ആണ് ശക്തമായി ഉയരുന്നത്. ഇത് ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടാണ് എന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത്. ഈ കൊടും കുറ്റവാളികൾക്ക് പുറമെ ചാവേർ ആക്രമണങ്ങൾക്കും മറ്റു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും ഉത്തരവാദികളായ നിരവധി പേരെയും വിട്ടയച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളും
ഈ വിട്ടയക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്ത കുറ്റവാളികളെ അടക്കം ആണ് മോചിപ്പിച്ചത് എന്നതാണ് വിമർശനം. അതേസമയം കുറ്റാരോപിതർ അല്ലാത്ത നിരവധി ആളുകളെയും ഇസ്രായേൽ തടവിൽ പാർപ്പിച്ചിരുന്നു. നിലവിൽ ഈ 2000 പേരെ വിട്ടയച്ചപ്പോൾ അതിൽ ഒട്ടനവധി പേർ മാധ്യമപ്രവർത്തകർ ആണ്. ഡോക്ടർമാർ ഉണ്ട്, നേഴ്സുമാരും ഉണ്ട്, പ്രായപൂർത്തിയാകാത്തവരും ഉണ്ട്. അതിന് കാരണം 2023 ഒക്ടോബർ 7 ആക്രമണങ്ങളിൽ പങ്കാളികൾ ആയിട്ടുള്ളവരെയാണ് പ്രധാനമായും തടവിൽ പാർപ്പിച്ചത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഈ വിട്ടയച്ചവർക്കൊന്നും അതിൽ പങ്കില്ല എന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവരെ ഉൾപ്പെടെ വിട്ടയക്കുന്നത്. ഇതിന് അനുകൂലമാകുന്ന ഒരു നിയമം ഇസ്രായേലിൽ ഉണ്ട്. അതായത് ആളുകളെ കുറ്റം ചുമത്താതെ തന്നെ അനിശ്ചിതകാലത്തേക്ക് തടവിൽ വയ്ക്കാൻ അനുവദിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിറ്റഷൻ എന്ന ഒരു വകുപ്പ്. ആ ചട്ടത്തിന് കീഴിൽ ആണ് ഇത്തരത്തിലുള്ള ആളുകളെ, കഴിഞ്ഞ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളെയും പ്രായപൂർത്തിയാകാത്ത ആളുകളെയും ഒക്കെ ഇസ്രായേൽ തടവിൽ പാർപ്പിച്ചിരുന്നത്. അതേസമയം ഇസ്രായേൽ വിട്ടയച്ച തടവുകാരെ സ്വീകരിക്കാൻ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമൊക്കെ വലിയ ജനാവലിയാണ് തടിച്ചുകൂടിയിരുന്നത്. സ്ത്രീകളും കുട്ടികളും പരമ്പരാഗത വേഷം ധരിച്ചാണ് ഇവരെ സ്വീകരിക്കാൻ ആയി എത്തിയിരുന്നത്. വലിയ ആഘോഷത്തോടു കൂടിയാണ് ഈ സ്വീകരണം എല്ലാം നടന്നത്. അതിൽ ഇത്തരത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയുടെ ബന്ധു പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. ഇസ്രായേലിന് ഏതൊരു പലസ്തീനിയും തീവ്രവാദിയാണ്, അവർ ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും. ഇതാണ് പലസ്തീൻ്റെ പൊതുവായ ഒരു നിലപാട്. ആ ബന്ധുവിൻ്റെ ശബ്ദം എന്നത് പലസ്തീൻ്റെയും ഗാസയുടെയും ഒക്കെ ശബ്ദമാണ്. അതായത് ഇസ്രായേൽ തീവ്രവാദികൾ എന്ന് മുദ്രകുത്തി തടവിൽ ആക്കിയിട്ടുള്ളവർ അത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയവർ അല്ല എന്നാണ് പലസ്തീനും ഗാസ നിവാസികളും ഹമാസും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ മറുഭാഗം, അതായത് ഇസ്രായേലിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർത്തുന്നവരുടെ ശബ്ദം എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഒട്സ്മ യെഹൂദീറ്റിൻ്റെയും നേതാവായിട്ടുള്ള ഇറ്റാമർ ബെൻഗുർ നടത്തിയ പ്രസ്താവന മാത്രം ഓർത്തെടുത്താൽ മതി. ആ പ്രസ്താവന ഇങ്ങനെയാണ്: ഈ സന്തോഷത്തിന് നൽകേണ്ടി വരുന്ന വില വളരെ വലുതാണ്. ആയിരക്കണക്കിന് തീവ്രവാദികളുടെ മോചനം ആണ് നടക്കുന്നത്. ഇവർ തീവ്രവാദത്തിലേക്ക് തിരികെ പോകും എന്ന് ഉറപ്പാണ്. അവർ ജൂതന്മാരെ കൊലപ്പെടുത്തുന്നത് തുടരുകയും ചെയ്യും. അതാണ് മുൻകാല അനുഭവം.